ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമ്മ ക്യാപ്റ്റനോട് ചോദിക്കുകട്ടോ ചെയ്യുന്നത്, എനിക്കൊരു സഹായം വേണമായിരുന്നു. പൈസ തന്നുകൊണ്ടുള്ള ഒരു സഹായത്തിന് ഞാൻ തയ്യാറല്ല. ഇങ്ങനെ സഹായം ചോദിക്കരുതെന്ന് പറയാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അല്ല, പൈസയൊന്നും അല്ല മാഡം എന്ന് പറയാം. പിന്നെ എന്ത് സഹായമോ വേണ്ടതെന്ന് ചോദിക്കുന്നത്. എനിക്ക് നാളെ ഒരു ലീവ് വേണമായിരുന്നു എന്ന് മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്. ഇതാണ് കുഴപ്പം മല്ലൂസിൻ്റെ. ജോലിക്ക് കയറി അപ്പം ലീവ് എടുക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അല്ല, അവരെന്താ പറയുന്നതെന്ന് കേൾക്കുമെന്ന് ശംഖു പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്, എന്തിനാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു മാഡം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഓ, മെഡിക്കൽ ചെക്കപ്പ് അല്ലേ രേണു, അവർക്ക് പകൽ ലീവ് കൊടുത്തേരേന്ന് ശംഖു പറയട്ടെ ചെയ്യുന്നത്. എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഒരു കാര്യം, ഇതിനി മേലെ ആവർത്തിക്കരുതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പം ജീസ് മേം സാബ് എന്ന് മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്. എന്തോന്ന് ഇനി ആവർത്തിക്കുമെന്ന് ആവർത്തിക്കത്തില്ലെന്നാണോ ഈ ജി മേം സാബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറയാട്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ ക്യാപ്റ്റൻ. അപ്പോൾ അവിടെ മല്ലികാമ്മ ഞാനിനി ഇത് ആവർത്തിക്കത്തില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി ഞാൻ ലീവേ എടുക്കത്തില്ല എന്ന് മല്ലികാമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അവിടെ നിന്നുകൊണ്ട് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതൊക്കെ കേട്ട് എതിരില്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാലാകാലം നിൽക്കാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തെറിപ്പിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ മസ്റ്റ് ഒന്നുമല്ല ഇവിടെയെന്ന്. അപ്പോൾ ഉടനെ തന്നെ ജി സാബ് എന്ന് പറയാട്ടോ ചെയ്യുന്നത് ശംഖു. അപ്പോൾ ഉടനെ തന്നെ അതെന്തിനാ ഇപ്പം ജി സാബ് എന്ന് പറഞ്ഞതെന്ന് ഉടനെ ക്യാപ്റ്റൻ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അല്ല, ഇവിടെ ഒരേ ഒരാളല്ലേ മസ്റ്റ് ആയിട്ടുള്ളൂ, അത് നീയാണെന്ന് നീ തന്നെ പറയുവാണല്ലോ, അതുകൊണ്ട് അപ്പം ഞാൻ മസ്റ്റ് അല്ലല്ലോ എന്ന് എന്നെ ഓർമ്മിപ്പിച്ചതിനാന്ന് പറയും. അതെ, ഇവിടെ ഒരേ ആളേ ഉള്ളൂ മസ്റ്റായിട്ട്, അത് ഞാൻ മാത്രമാണെന്ന് പറയാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അപ്പോഴത്തേക്കും തന്നെ അവിടെ നിന്നുകൊണ്ട് മല്ലികാമ്മ ചിരിക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശംഖു പറയുന്നുണ്ട്, വാവല്ലേ കുറച്ച് കൂടിയിട്ടുണ്ട്, അതാന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹരിയാണ്. ഹരി സ്കൂൾ വിട്ട് നേരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഉടനെ തന്നെ രാഗിണി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്, ഭയങ്കര സന്തോഷത്തിലൊക്കെ ആണല്ലോ, എന്താ ഇന്ന് സ്കൂളിൽ പോയിട്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഹരി പറയുന്നുണ്ട്, എന്ത് പറയാനായിട്ടാ, പ്രത്യേകിച്ചൊന്നുമില്ല, സ്കൂളിലേക്ക് പോയി വന്നു. നിനക്കറിയാമല്ലോ നിൻ്റെ അച്ഛൻ്റെ കാര്യം, ഓട്ടോ ഓടിച്ചാണ് നടക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല, നീ പഠിച്ച് നല്ല നിലയിൽ എത്തിയിട്ട് വേണം ഇനി അതൊക്കെ തരപ്പെടുത്താനെന്ന് പറയുന്നു. ഞാൻ വലിയ കാശുകാരനായാൽ പോരെയെന്ന് ഉടനെ തന്നെ ചോദിക്കാട്ടോ ചെയ്യുന്ന ഹരി. എന്നാലും നീ പഠിക്കത്തില്ല അല്ലേടാ, 10 ഗുണം 10 ഗുണമെന്ന് രാഗിണി പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും തന്നെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഓട്ടോ ഓടിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് രാഗിണിയോട് ചോദിക്കുന്നു. ഒരു കുഴപ്പവും ഇല്ല, അച്ഛൻ്റെ മോനല്ലേ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കത്തുള്ളൂ, അവന് പഠിക്കാനൊന്നുമല്ല ആഗ്രഹം, എങ്ങനെയും കാശുണ്ടാക്കിയാൽ മതിയെന്ന്. അതിനുശേഷം രാഗിണിയാണെങ്കിൽ ചായ എടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി അകത്തേക്ക് കയറിപ്പോകാൻ തക്കത്തില്ല. ഹരി ഉടനെ മഹേഷിനോട് പറയുന്നുണ്ട്, അച്ഛാ ഇന്നൊരു സംഭവം ഉണ്ടായി, ഞാൻ മല്ലികാമ്മയും ചിത്തിരയും കണ്ടു, ഞാൻ അവരുടെ കൂടെ കാറിലാണ് ഇന്ന് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ ഉടനെ മഹേഷ് ഹരിയെ മാറ്റി നിർത്തട്ടോ ചെയ്യുന്നത്. ഇതൊന്ന് കാര്യമായിട്ട് പറഞ്ഞ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അല്ല, ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴി ചിത്തിരയും മല്ലികാമ്മയും കൂടെ കാറിൽ സ്കൂളിൽ പോകുന്ന കണ്ടു. ചിത്തിര പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, വലിയ സ്കൂളാണ് അച്ഛാന്നൊക്കെ പറയുന്നു. എവിടെ പഠിച്ചാലും കുഴപ്പമില്ല, പഠിക്കേണ്ടവർ അവിടെ എവിടെയായാലും പഠിക്കുമെന്ന് മഹേഷ് പറയാട്ടോ ചെയ്യുന്നത്. നീ ബാക്കി വിശേഷങ്ങൾ പറയാം. രണ്ടുപേരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. വലിയ നിലയില്ല ചിത്തിര, നല്ല സന്തോഷത്തിലാണ്, കാറിലേക്കാണ് പോകുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് രാഗിണി അത് കേട്ടോണ്ടോ, എന്ത് കുഴപ്പമില്ലെന്നാ നീ പറയുന്നത്? അല്ല, ചായ കുഴപ്പമില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയും. അതിന് നീ ചായ കുടിച്ചില്ലല്ലോ, ഞാൻ ചായ എടുത്തോണ്ട് വരുന്നേ ഉള്ളൂ, അതിനു മുമ്പ് നിനക്ക് മനസ്സിലായോ ചായ കുഴപ്പമില്ലെന്ന്? അമ്മയുടെ ചായയല്ലേ, അതൊരിക്കലും ഒരു കുഴപ്പവും കാണത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. എന്തായാലും നീ ചായ കുടിക്കുകയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ മഹേഷ് ആണെങ്കിൽ പിറുപിറുക്കാട്ടോ ചെയ്യുന്നത്. ഒരു കുഴപ്പവും ഇല്ലാതെ ഇങ്ങനെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. അതെന്താ നിങ്ങളിപ്പോൾ അങ്ങനെ പറഞ്ഞത്? സന്തോഷമായിട്ട് മുമ്പോട്ട് പോയാൽ മതി, ചായയുടെ കാര്യമാണോ നിങ്ങൾ പറഞ്ഞത്? അതെ, ചായയുടെ കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന് പറയാട്ടോ ചെയ്യും. അപ്പോൾ ഉടനെ തന്നെ രാഗിണിക്ക് മനസ്സിലാവുന്നുണ്ട്, അച്ഛനും മോനും കൂടെ എന്നെ കളിയാക്കുന്നു. കളിയാക്കിക്കോ, പെറ്റ തള്ളെ കളിയാക്കി ചിരിക്കുന്ന നീ ഒന്നും ഒരു കാലത്തും ഗതി പിടിക്കത്തില്ലടാ എന്ന് രാഗിണി പറയാട്ടോ ചെയ്യുന്നത്. അച്ഛനും മോനും തമ്മിൽ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്നും പറയുന്നു. പിന്നീടാണെങ്കിൽ മഹേഷും ഹരിയും കൂടെ രാഗിണിയുടെ ചാടിത്തുള്ളി പോകുന്ന കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകട്ടോ ചെയ്യുന്നത്. പിന്നീട് ചിത്തിര നേരെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ വന്ന് ചിത്തിരയെടുക്ക് ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളൊക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാട്ടോ ചെയ്യുന്ന ചിത്തിര. പിന്നെ ഈ പ്രാവശ്യത്തെ ആനുവൽ ഡേക്ക് സ്കൂളിലെ ഏറ്റവും മികച്ച കുട്ടികൾ അവാർഡ് നീ തന്നെ വാങ്ങണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതും അവൾ മേടിച്ചോളുമെന്ന് ശംഖുവും പറയുന്നു. ശ്രമിക്കാമെന്ന് ചിത്തിരയും പറയുന്നു. അപ്പോഴത്തേക്കും മല്ലികാമ്മ ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിത്തിരയ്ക്ക് ചായ കൊടുക്കുന്നു. ചിത്തിര മാറിയിരുന്ന് ചായ കുടിക്കുമ്പോഴത്തേക്കും മല്ലികാമ്മ 10,000 രൂപയുമായി ചിത്തിരയുടെ
അടുക്കിലേക്ക് ചെല്ലുന്നു. ഹലോ മേഡം എന്ന് പറയുന്നു. ഹലോ ഇടവം എന്ന് തിരിച്ച് ചിത്തിര പറയട്ടോ ചെയ്യുന്നത്. പിന്നീട് മല്ലികാമ്മ 10,000 രൂപ നീട്ടുകട്ടോ ചെയ്യുന്നത്. ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു എന്ന് ഞെട്ടലോട് കൂടി ചിത്തിര ചോദിക്കാട്ടോ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു, അത് എവിടുന്നാ സംഘടിപ്പിച്ചതെന്നും എൻ്റെ മക്കൾ ഇത് അറിയണ്ട, മക്കൾ വാക്ക് കൊടുത്തതല്ലേ, അതുകൊണ്ട് നാളെ തന്നെ ആ കുട്ടിക്ക് മക്കൾ ഇത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അയ്യോ അച്ഛമ്മേ, ക്ലാസ്സിലിരുന്നപ്പോൾ മുഴുവനും ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നത്. പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. പിന്നീട് നാളെ പോയി ആ കുട്ടിയോട് ക്ഷമ പറഞ്ഞാൽ എന്തെന്ന് വരെ ഞാൻ ചിന്തിച്ചു. അല്ലെങ്കിലും എൻ്റെ കുഴപ്പമാണ്, ഞാൻ അച്ഛമ്മയോട് ചോദിക്കാതെ എടുത്ത് ചാടി പണം കൊടുക്കാമെന്നൊന്നും പറയാനായിട്ട് പാടില്ലായിരുന്നു, അത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. സാരമില്ല മക്കളെ, എന്തായാലും ഒരു കുട്ടിയുടെ സങ്കടം മാറ്റാനല്ലേ, ആ കുട്ടിക്ക് ജീവിതം ഉണ്ടാക്കാനല്ലേ, അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവുമില്ല. നിനക്ക് ആ കുട്ടിയുടെ വിഷമം കണ്ടപ്പോൾ സങ്കടം തോന്നി, നീ 10,000 രൂപ കൊടുക്കാമെന്ന് വെച്ചു. നിന്റെ ആ സ്വഭാവത്തിൽ എനിക്കിപ്പോൾ അഭിമാനമാണ് തോന്നുന്നതെന്ന് മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്. നമ്മൾ മനുഷ്യരാണെങ്കിൽ അങ്ങനെ സഹായങ്ങൾ പരസ്പരം ചെയ്യണം, അതിനാണല്ലോ ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട് മല്ലികാമ്മ. അതുകൊണ്ട് നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നാലും അച്ഛമ്മേ, ഇതെങ്ങനെ സംഘടിപ്പിച്ചു? മാലയോ വളയോ എന്തെങ്കിലും പണയം വെച്ചോ ചോദിക്കും. ഇതെല്ലാം മുക്കല്ലേ, ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് പണയം വെക്കാനാ? ഞാൻ ചോദിച്ചാലും പൈസ കിട്ടുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇത് കടമായിട്ടൊന്നുമല്ല, ഞാൻ ചെയ്യാൻ പോകുന്നൊരു ജോലിക്ക് കിട്ടിയ പ്രതിഫലമായിട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇനി അതിനെ പറ്റിയൊന്നും മക്കൾ ആലോചിക്കേണ്ടായെന്നും ആ കുട്ടിയുടെ വിഷമം ഇതോടുകൂടി മാറട്ടെ എന്നും ആ കുട്ടിയും പഠിച്ച് നല്ല നിലയിൽ എത്തത്തേനും പറയാട്ടോ ചെയ്യുന്നത്. നിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതൊരിക്കലും നീ മാറ്റാൻ പാടില്ല എന്നും പറയുന്നു. മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഈ തോന്നൽ ജീവിതത്തിൽ നിനക്ക് വിജയം മാത്രമേ ഉണ്ടാക്കി തരുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇതങ്ങ് വാങ്ങിച്ചെന്ന് മല്ലികാമ്മ പറയുന്നു. അങ്ങനെ പൈസ ചിത്തിരയുടെ കയ്യിലേക്ക് കൊടുക്കും. ചിത്തിരയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മല്ലികാമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാട്ടോ ചെയ്യുന്നത് ചിത്തിര. വേണ്ട, ആ ക്യാപ്റ്റൻ എങ്ങാനും കണ്ടുകൊണ്ട് വന്നാലേ, കാണട്ടെ, എന്നാ പിന്നെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്നുള്ള രീതിയിൽ ചിത്തിര വീണ്ടും മല്ലികാമ്മയെ കെട്ടിപ്പിടിച്ച് വീണ്ടും ഉമ്മ കൊടുക്കാട്ടോ ചെയ്യുന്നത്. ചിത്തിരയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ചിത്തിരയുടെ ഈ നീക്കം മല്ലികാമ്മയെ ഒരു കുരുക്കി തന്നെയാണ് കൊണ്ട് ചാടിക്കുന്നതും കേട്ടോ. പിന്നീട് നേരം വെളുക്കുമ്പോഴത്തേക്കും മല്ലികാമ്മ അരവിന്ദന്റെ ഹോട്ടലിന്റെ മുമ്പിൽ എത്തുന്നു. ഞാൻ വിചാരിച്ചു മല്ലികാമ്മ ഇനി വരില്ലായിരിക്കുമെന്ന്. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, തന്നെ പോലെ പറ്റിച്ചും വെട്ടിച്ചും ഒന്നും ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ചാരായത്തിൽ കളറ് ചേർത്ത് വിദേശ മദ്യം ഒന്ന് പറഞ്ഞു വിൽക്കലല്ലേടോ തൻ്റെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദൻ പറയുന്നു, അതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി, അത് സത്യവുമാണ്. എന്നാലും മല്ലികാമ്മയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഈ അരവിന്ദൻ തന്നെ വേണ്ടി വന്നില്ലേന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. എന്തായാലും അപ്പം മല്ലികാമ്മ പറയുന്നത്, എവിടെ ഏതോ ഒരു ബോർഡുണ്ടല്ലോ, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് പറ, ബോർഡും തന്നിട്ടെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ അരവിന്ദൻ ഒരാളെ കൊണ്ട് ബോർഡ് എടുപ്പിക്കുന്നു. ആദ്യം സ്വാഗതം എന്ന് എഴുതിയിട്ടുള്ള ബോർഡാട്ടോ. അപ്പം മല്ലികാമ്മ അത് നോക്കുന്നുണ്ട്. രാവിലെ തൊട്ട് ഉച്ച വരെ ഈ ബോർഡും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കണം. ഉച്ചയ്ക്ക് ശേഷം 4 മണി വരെ ഊണ് റെഡി എന്നുള്ള ബോർഡ് വേണം പിടിക്കാനായിട്ട്. അതിനുശേഷം ബിരിയാണി റെഡി എന്നുള്ള ബോർഡും പിടിക്കണം. പിന്നെ കഴിഞ്ഞു, 6:30 ആകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നും പറയുന്നു. അപ്പോൾ മല്ലികാമ്മ പറയാട്ടോ അരവിന്ദൻ്റെ അടുക്കെ, ഈ പാപമൊക്കെ എവിടെ കൊണ്ട് ചെന്ന് വെക്കും അരവിന്ദ, ഇങ്ങനെ ആൾക്കാരോട് ചെയ്യരുത് ദ്രോഹം എന്ന് പറയാട്ടോ ചെയ്തു. ഞാനെന്ത് ദ്രോഹം ചെയ്തു? മല്ലികാമ്മയുടെ ഒരു ആവശ്യത്തിന് ഞാൻ തരുന്നത് 10,000 രൂപയാണ്, ഒരു ദിവസത്തെ പണിയല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ആൾക്കാരെ പ്രദർശന വസ്തുവാക്കി വെക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അവരുടെ ഗതികേട് കൊണ്ടാണ് അവരിതൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്ന് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നവരെ ആലോചിച്ചാൽ കൊള്ളാമെന്ന് അരവിന്ദനോട് പറയുന്നു. അപ്പോഴത്തേക്ക് അരവിന്ദൻ പറയുന്നുണ്ട്, മല്ലികാമ്മ ഒരു കാര്യം ചെയ്തേ അങ്ങോട്ട് പോയി നിൽക്കിയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അല്ല ചായയോ മറ്റോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ചായയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഞാൻ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അല്ല തലകറക്കവും മറ്റും വരുമോ എന്ന് അരവിന്ദൻ ചോദിക്കുന്നു. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഒരു കറക്കവും വരത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ മല്ലികാമ്മ പൊരി വെയിലത്ത് ആ ബോർഡും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കാട്ടോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ മല്ലികാമ്മ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് നല്ല ചിരിച്ച മുഖവുമായിട്ടൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ചിത്തിരയും അതുപോലെ ഹരിയും കൂടെ ആ കുട്ടിയെ തേടി പോവുകട്ടോ ചെയ്യുന്നത്, ആ കുട്ടിക്ക് പൈസ കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ അവർ ഇന്നലെ കണ്ട സ്ഥലത്ത് കാറ് നിർത്തുന്നു. അവിടെ ചിത്തിരയും ഹരിയും ഇറങ്ങുകട്ടോ ചെയ്യുന്നു. അതിനുശേഷം ആ കുട്ടിയെ അവിടെ എല്ലാം തിരയുന്നുണ്ട് അവർ. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി പേനയുമായിട്ട് വരുന്നത് ചിത്തിരയും ഹരിയും കാണുന്നുണ്ട്. ദേ ആ കുട്ടി എന്ന് പറയുന്നു ചിത്തിര. അങ്ങനെ ഹരിയും ഒത്ത് ചിത്തിര ആ കുട്ടിയുടെ അടുക്കലേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും എന്നെ മനസ്സിലായോ എന്ന് ചിത്തിര ആ കുട്ടിയോട് ചോദിക്കും. മനസ്സിലാവാതിരിക്കത്തില്ലല്ലോ, ഞാൻ ഇന്നലെ കണ്ട ഒരു ദൈവമല്ലേ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, 10,000 രൂപ തരാമെന്ന്. ആ പൈസ തരാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ആ 10,000 രൂപ എടുത്ത് ആ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇത് സ്വപ്നമാണോ സത്യമാണോ, എനിക്കിത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞത്. സ്വപ്നമൊന്നുമല്ല എന്നും സത്യമാണെന്നും കടമെല്ലാം വീട്ടിയിട്ട് നേരെ പഠിക്കാനായിട്ട് പോകണമെന്നും പറയാട്ടോ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമാകും. കടം വീട്ടാനായിട്ട് സാധിച്ചല്ലോ എന്നോർത്ത് എൻ്റെ അമ്മ
വളരെയധികം സന്തോഷിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഈ കടം ഞാൻ എങ്ങനെ വീട്ടുമെന്ന് ആ കുട്ടി ചോദിക്കുമ്പോഴത്തേക്കും ചിത്തിര പറയുന്നുണ്ട്, വലുതായി കഴിയുമ്പം നല്ല നിലയിലെത്തണം, പിന്നെ കാറിലൊക്കെ പോകണം, അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും സഹായം ചോദിച്ച് വഴിയരികിൽ നിൽക്കും, അപ്പോൾ അവരെ സഹായിക്കണം, അങ്ങനെ വേണം ഈ കടം വീട്ടാനെന്ന് പറയാട്ടോ ചെയ്യുന്നത് ആ കുട്ടിയോട് ചിത്തിര. അപ്പോൾ ഉടനെ തന്നെ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ കണ്ട മാലാഖിയാണ് നിങ്ങൾ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നു. ഇനി നല്ല രീതിയിൽ പഠിക്കണമെന്നും ഉടനെ തന്നെ സ്കൂളിലേക്ക് പോകണമെന്നും ഒക്കെ ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആ കുട്ടി പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഞാൻ സ്കൂളിൽ പോകും, നിങ്ങൾ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരണമെന്നും കട്ടൻ ചായയും മറ്റുമൊക്കെ കുടിച്ച് നമുക്കുള്ള സൗകര്യത്തിൽ കൂടാമെന്നും ആ കുട്ടി പറയാട്ടോ ചെയ്യുന്ന ചിത്തിരയോട്. അപ്പോൾ ഉറപ്പായിട്ടും വരുമെന്ന് പറയുകയാണ് ചിത്തിര. അങ്ങനെ ആ കുട്ടിക്ക് പണമെല്ലാം കൊടുക്കുന്നു. ആ കുട്ടിക്ക് വളരെ സന്തോഷമാകുന്നു. ഒരിക്കലും ഞാനിത് മറക്കത്തില്ല എന്ന് ആ കുട്ടി പറയാട്ടോ ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആ ചിത്തിര ആ കുട്ടിയോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കുന്നു. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ട എല്ലാം ചിത്തിര ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൻ്റെ സന്തോഷം കാണുമ്പോഴത്തേക്കും ചിത്തിരയുടെ മനസ്സ് നിറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ അടുക്കൽ നിന്ന് യാത്ര പറഞ്ഞ് ചിത്തിരയും ഹരിയും കൂടെ പോവുകട്ടോ ചെയ്യുന്നത് തിരിച്ച്. അപ്പോൾ ഉടനെ തന്നെ ഹരി ചോദിക്കുന്നുണ്ട്, ചിത്തിരയുടെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണമെന്ന് ചോദിക്കുന്നു. നമ്മളെ ദൈവം ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാണ് എനിക്ക് ആ കുട്ടിയെ സഹായിക്കാനായിട്ട് തോന്നിയത്, ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും മനുഷ്യരല്ലല്ലോ എന്ന് ചിത്തിര ഹരിയോടും പറയുന്നു. പിന്നീട് ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, കൊടുത്തോ എന്ന് ചോദിക്കുന്നു. കൊടുത്തു എന്ന് ചിത്തിര പറയാട്ടോ ചെയ്യുന്ന പണം. നീ നല്ല നിലയിലെത്തും മോളെ, നീ നല്ല കുട്ടിയാണെന്ന് ആ ഡ്രൈവർ തലയിൽ കൈവച്ച് അനുഗ്രഹം കൊടുക്കുന്നത് പോലെ ചെയ്യാട്ടോ. പിന്നീട് ക്യാപ്റ്റൻ ആണെങ്കിൽ ശംഖുവിൻ്റെ അടുക്കലേക്ക് വളരെ സ്നേഹത്തോടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ശംഖു അവിടെ വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഞാൻ തീയലുണ്ടാക്കാൻ പോവുകയെന്ന് പറയാട്ടോ ചെയ്യുന്ന ശംഖു. അമ്മയെ ഓർമ്മ വന്ന് കാണും, അതായിരിക്കും ഇപ്പോൾ തീയലിൻ്റെ ഒരു കൊതി വന്നേന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതെ, എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു എന്ന് പറയാട്ടോ ചെയ്യുന്ന ശംഖു. നിങ്ങൾ ഒരു കാര്യം പറയാമല്ലോ, നിങ്ങളുടെ അമ്മ വയ്ക്കുന്ന ഒരു സാധനം വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു എൻ്റെ അമ്മ വയ്ക്കുന്ന കൂട്ടാനെല്ലാം എന്ന് ശംഖു തിരിച്ചു പറയാട്ടോ ചെയ്യുന്നത്. ഞാനേ വേറൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന്, അപ്പോൾ എന്താണെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്ന ശംഖു. നമുക്കിന്ന് ചിത്തിരയും കൂട്ടി പുറത്തുനിന്ന് എവിടുന്നെങ്കിലും നല്ല ഒരു ഡിന്നർ കഴിച്ചിട്ട് വന്നാലോ എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശംഖു പറയുന്നത്, ഞാൻ റെഡി, എനിക്ക് കുഴപ്പമില്ല, അത് നിന്നെ ഓർത്തിട്ടല്ല, ചിത്തിരയ്ക്കൊരു സന്തോഷമാകുമല്ലോ എന്ന് കരുതിയിട്ടാ. അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള നമ്മുടെ പ്ലാനിനെ പറ്റിയിട്ടൊന്നും അവളോട് പറയണ്ട, അവൾക്ക് അഹങ്കാരം കയറും. നമ്മൾ പോകുന്നു, അവളെ കൂട്ടിക്കൊണ്ട് വരുന്നു, അതിനുശേഷം പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ആഹാരം കഴിക്കുന്നു, അത്രയും മാത്രം മതി. കൂടുതൽ അവൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൾ തലയിലും നിലത്തും ഒന്നും നിൽക്കത്തില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശംഖു പറയുന്നുണ്ട്, നീ പറ എന്ത് ചെയ്യണമെന്ന്, അതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നമുക്ക് ഉടനെ തന്നെ ഇറങ്ങാം, എന്നിട്ട് ചിത്തിരയെ കൂട്ടാം, അതിനുശേഷം നമുക്കൊരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നെന്താ പോകാമെന്ന് ശംഖുവും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നാൽ പോയി റെഡി ആയിട്ട് വരട്ടെ, ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറയാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അപ്പോൾ ഉടനെ തന്നെ ശംഖുവും പറയുന്നുണ്ട്, അത് ശരിയാ, ഞാനും ഒന്ന് പോയി റെഡിയാവാം, ഇന്ന് എന്തായാലും തീയൽ ഉണ്ടാക്കുന്നില്ല, ഇതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അമ്മയോട് ക്ഷമയെങ്കിലും ചോദിക്ക്, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു സൗകര്യവും തീയലിൻ്റെ പേരിലെങ്കിലും നിങ്ങൾ കൊടുക്കൂലായിരുന്നല്ലോ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് ചിത്തിരയും കൂട്ടിക്കൊണ്ട് അവർ കാറിൽ പോവുക കേട്ടോ റെസ്റ്റോറൻറ്റ് തേടി. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, വീട്ടിൽ പോയി വേഷമൊക്കെ മാറിയിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. ഈ വേഷത്തിന് എന്താ കുഴപ്പം, യൂണിഫോമിൽ ചെന്ന് എന്താ റെസ്റ്റോറൻറ്റ് കേട്ടില്ലെന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ശംഖു പറയുന്നത്, ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കുക, അതാണ് നമ്മുടെ കടമ, അത് മാത്രം നമ്മൾ ചെയ്താൽ മതി മോളെ എന്ന് പറയട്ടോ ചെയ്യുന്നത്. അത് തന്നെ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ചിന്തിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും കൂടുതൽ ചിന്തിക്കേണ്ടെന്ന് പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൻ്റെ വാതൊക്കെ പെട്ടെന്ന് മല്ലികാമ്മ നിൽക്കുന്നത് കാണുന്നു. ആ ബോർഡും പിടിച്ചുകൊണ്ട്, നിർത്ത് ശംഖു, ഇതാ തങ്കമ്മയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ശംഖു അങ്ങോട്ട് നോക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ശരി തന്നെയാണല്ലോ, തങ്കമ്മയാണല്ലോ, ഇവരെന്താ ഇവിടെ എന്നിങ്ങനെ ക്യാപ്റ്റൻ ചോദിക്കുന്നു. അപ്പോൾ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശങ്കർദാസും ക്യാപ്റ്റനും ചിത്തിരയും എല്ലാവരും കൂടെ ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മയാണെങ്കിൽ ഇവരെ കണ്ട ഉടനെ തന്നെ മനസ്സിലാവുകയും മുഖം സാരിയുടെ തുമ്പ് വെച്ച് മറക്കുകയും ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ക്യാപ്റ്റൻ കൈയോടെ പൊക്ക് തന്നെ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. മല്ലികാമ്മ അപ്പോൾ അകത്തേക്ക് ഓടുക കേട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റനും ശങ്കർദാസും ഒക്കെ ഓടി മല്ലികാമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഉടനെ തന്നെ
മല്ലികാമയുടെ തിരിച്ചു നിർത്തുക കേട്ടോ ചെയ്യുന്നത്. അപ്പം മല്ലികാമ ബോർഡ് എടുത്ത് ക്യാപ്റ്റൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പെട്ടു, ഇനി ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതാണോ നിങ്ങളുടെ മെഡിക്കൽ ചെക്കപ്പ് എന്ന് ക്യാപ്റ്റൻ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിനാണോ നിങ്ങൾ രാവിലെ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നു. ഇവിടെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ ഒരു അക്ഷരവും മിണ്ടുന്നില്ല കേട്ടോ, ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ എത്ര രൂപ കിട്ടുമെന്ന്? അപ്പോൾ 10,000 എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ അങ്ങ് ഞെട്ടും കേട്ടോ. ക്യാപ്റ്റൻ കൊടുത്തിരുന്നെങ്കിൽ മല്ലികാമയ്ക്ക് വരണ്ടായിരുന്നല്ലോ. ഞാൻ ക്യാപ്റ്റനോട് ചോദിച്ചതല്ലേ എനിക്കൊരു 10,000 രൂപ വേണമെന്ന്. അപ്പോഴും അത് ക്യാപ്റ്റൻ തരാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് തനിക്ക് ഈ ജോലി ചെയ്യേണ്ടി വന്നതെന്നും ഒരു അത്യാവശ്യ കാര്യത്തിനായിരുന്നു പണമെന്നും പറയും കേട്ടോ ചെയ്യുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റന് തന്നെ ഒരു നാണക്കേട് തോന്നുന്നു. ഇവക്ക് ഒരു ദിവസം ഇവിടെ നിന്നാൽ 10,000 രൂപ, ഞാൻ ഇവക്ക് കൊടുക്കുന്നത് അപ്പോൾ കുറവാണോ? എന്നെക്കാട്ടിലും മുകളിലാണോ ഇവക്ക് കിട്ടുന്ന ശമ്പളം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയും പിന്നീട് ക്യാപ്റ്റൻ പറയും മതി എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് വേഗം വീട്ടിലേക്ക് വാ, ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ പോക്ക് കൊടുക്കും കേട്ടോ.